അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമയാണ്. എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻസ് ഓഫ് ദ ഡാറ്റാബേസ്. അതായത് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത കളക്ഷൻ ഓഫ് ഇൻഫർമേഷനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഡാറ്റാബേസ് ചേഞ്ച് ആവും. സോ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫർമേഷനെയാണ് ഇൻസ്റ്റൻസ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ദ ഓവറോൾ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് ഈസ് കോൾഡ് ഡാറ്റാബേസ് സ്കീമ. ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസൈനെയാണ് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ. സ്കീമ ഇൻഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യുള്ളൂ. പക്ഷേ ഡാറ്റാബേസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. കാരണം ഇൻഫർമേഷൻ ആഡ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. സ്കീമ എന്ന് പറയുന്നത് ഇൻഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യുള്ളൂ. The concept of database schema and instance can be understood by analogy to program written in a programming language. നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വെച്ചിട്ട് നമുക്ക് ഡാറ്റാബേസിനെയും ഇൻസ്റ്റൻസിനെയും ഡാറ്റാബേസ് സ്കീമേനെയും ഇൻസ്റ്റൻസിനെയും പറയാം. അതായത് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിലെ വേരിയബിൾ ഡിക്ലറേഷനുമായിട്ട് നമുക്ക് പറയാം. ഒരു പ്രോഗ്രാമിലെ വേരിയബിൾ ഡിക്ലറേഷന് സിമിലറാണ് ഒരു ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ആ വേരിയബിളിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിലുള്ള വാല്യൂവിനെയാണ് നമുക്ക് ഇൻസ്റ്റൻസ് ഓഫ് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ദ ഡാറ്റാബേസ് സ്കീമ കറസ്പോണ്ട് ടു ദ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ ദ പ്രോഗ്രാം ആൻഡ് ഈച്ച് വേരിയബിൾ ഹാസ് എ പെർട്ടിക്കുലർ വാല്യൂ അറ്റ് എ given instance. The value of the variable in a program at a point in time corresponds to instance of database schema. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ള ഒരു പ്രോഗ്രാം എടുത്തു. ആ പ്രോഗ്രാമിലെ വേരിയബിൾ ഡിക്ലറേഷന് നമുക്ക് ഡാറ്റാബേസ് സ്കീമയായിട്ടും ആ വേരിയബിളിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള വാല്യൂവിനെ ഇൻസ്റ്റൻസ് ഓഫ് ഡാറ്റാബേസ് സ്കീമയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഡാറ്റാബേസ് സിസ്റ്റം ഹാവ് സെവറൽ സ്കീമാസ് പാർട്ടീഷൻ അക്കോർഡിംഗ് ടു ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. നമ്മൾ പല ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ കണ്ടു. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ, അങ്ങനെ പല ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ കണ്ടു. ദ ഫിസിക്കൽ സ്കീമ ഡിസ്ക്രൈബ് ദ ഡാറ്റാബേസ് ഡിസൈൻ അറ്റ് ദ ഫിസിക്കൽ ലെവൽ while the logical schema describe database design at the logical level. The database may also have several schema at the view level, sometimes called subschemas, which describe different views of database. The physical schema is hidden beneath of logical schema and can usually be changed easily without affecting application program. The application programs are said to exhibit physical data independence if they do not depend on physical schema and thus need not be rewritten if physical schema changes. അതായത് നമ്മളിപ്പം പറഞ്ഞു, ഒന്നും കൂടെ പറയാം. നമുക്ക് നമ്മുടെ സ്കീമ എന്ന് പറയുന്നത് ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ആണ്, വിച്ച് അനലോഗസ് ടു ദ ടൈപ്പ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ പ്രോഗ്രാം. ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഡിസൈൻ അറ്റ് ഫിസിക്കൽ ലെവലും ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഡിസൈൻ അറ്റ് ലോജിക്കൽ ലെവലുമാണ്. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ആക്ച്വൽ കണ്ടൻറ്റ് ഓഫ് ഡാറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിൻ്റ് ഇൻ ടൈം അനലോഗസ് ടു വാല്യൂ ഓഫ് ദ വേരിയബിൾ. സ്കീമ എന്ന് പറയുന്നത് വേരിയബിൾ ഡിക്ലറേഷനും ആ വേരിയബിളിൻ്റെ വാല്യൂവിനെ നമുക്ക് ഇൻസ്റ്റൻസ് എന്നും പറയാൻ പറ്റും. Physical data independence, the ability to modify the physical schema without changing logical schema. Application depend on the logical schema. In general, the interface between various levels and components should be well defined so that changes in some part do not seriously influence other parts. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ മോഡൽസ് ആണ്. Underlying the structure of database is the data model. Structure of database ആണ് data model എന്ന് പറയുന്നത്. A collection of conceptual tools for describing data
ഡാറ്റ റിലേഷൻഷിപ്പ്, ഡാറ്റ സെമാൻറ്റിക്സ് ആൻഡ് കൺസിസ്റ്റൻസി കൺസ്ട്രെയിൻ. അതായത് നമ്മളുടെ ഡാറ്റാബേസിൻ്റെ അണ്ടർലൈൻ സ്ട്രക്ചറിനെയാണ് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കൺസെപ്ച്വൽ ടൂൾസ് ഫോർ ഡിസ്ക്രൈബിങ് ഡാറ്റ. നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ, അതിൻ്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ്, ഡാറ്റ സെമാൻറ്റിക്സ്, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺസിസ്റ്റൻസി കൺസ്ട്രെയിൻസ്, ഇതിനെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. എ ഡാറ്റ മോഡൽ പ്രൊവൈഡ് എ വേ ടു ഡിസ്ക്രൈബ് ദ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് അറ്റ് ഫിസിക്കൽ, ലോജിക്കൽ ആൻഡ് വ്യൂ ലെവൽ. ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് വിച്ച് പ്രൊവൈഡ്സ് ദ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ്. ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ ഡിസൈനാണ്. ഏതൊക്കെ ലെവലിൽ എന്ന് വെച്ചാൽ ഫിസിക്കൽ ലെവലിൽ, ലോജിക്കൽ ലെവലിൽ, വ്യൂ ലെവലിൽ, അങ്ങനെ ഓരോ ലെവൽസിലുള്ള ഡാറ്റയുടെ ഒരു ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ കൺസിസ്റ്റൻസി കൺസ്ട്രെയിൻസ്, സെമാൻറ്റിക്സ്, ഇതെല്ലാമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് ആണ് ഈ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ഓരോ ലെവലിലുള്ള ഡിസൈൻ ഓഫ് ഡാറ്റാബേസ്. ദ ഡാറ്റ മോഡൽ പ്രൊവൈഡ്സ് എ വേ ടു ഡിസ്ക്രൈബ് ദ ഡിസൈൻ ഓഫ് എ ഡാറ്റാബേസ് അറ്റ് ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. എന്ന് വെച്ചാൽ ഡാറ്റാബേസിൻ്റെ ഡിസൈൻ ഓരോ ലെവലിലും, നമ്മൾ പല ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ കണ്ടു. ഓരോ ലെവലിലുള്ള ഡാറ്റാബേസിൻ്റെ ഡിസൈൻ, അതായത് ഡാറ്റാബേസിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പം ഡിസ്ക്രൈബിങ് ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡാറ്റ സെമാൻറ്റിക്സ്, കൺസിസ്റ്റൻസി കൺസ്ട്രെയിൻസ്, ഇതെല്ലാം ഈ ഡാറ്റ മോഡൽസിൽ പറയുന്നുണ്ട്. The data model can be classified into 4 different categories: relational model, entity relationship model, object-based data model, semi-structured data model. First one is relational model. The relational model uses collection of tables to represent both data and relationship among those data. റിലേഷൻഷിപ്പ് മോഡലിൽ നമ്മൾ ഡാറ്റാസിനെ നമ്മൾ ടേബിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡാറ്റാസ് തമ്മിലുള്ള റിലേഷൻസും നമ്മൾ ടേബിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ റിലേഷണൽ മോഡൽ യൂസസ് എ കളക്ഷൻ ഓഫ് ടേബിൾ ടു റെപ്രസെൻറ്റ് ബോത്ത് ഡാറ്റ ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദോസ് ഡാറ്റ. പല ടേബിൾസായിട്ട് നമ്മൾ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നു. Each table has multiple columns. Each column has a unique name. നമുക്ക് ടേബിൾസിൽ റോസും കോളംസും ഉണ്ട്. ടേബിൾസ് ആർ ഓൾസോ നോൺ ആസ് റിലേഷൻ. ടേബിൾസിന് നമുക്ക് റിലേഷൻസ് എന്നും പറയാൻ പറ്റും. ദ റിലേഷണൽ മോഡൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റെക്കോർഡ് ബേസ്ഡ് മോഡൽ. റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത് an example of record based മോഡലാണ്. Record based models are so named because database is structured in a fixed format records of several type. അതായത് ഫിക്സഡ് ഫോർമാറ്റ് റെക്കോർഡ്സ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ടേബിൾസിനകത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ടേബിൾസ് ആയിട്ടാണ് ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് റോസും കോളംസും ഉണ്ട്. ഓരോ റോയും നമ്മൾ ഓരോ റെക്കോർഡായിട്ട് പറയുന്നു. കോളത്തിന് നമ്മൾ ആട്രിബ്യൂട്ട് എന്നും പറയുന്നു. ഡാറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പുള്ള റെക്കോർഡ്സിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. റെക്കോർഡ് ബേസ്ഡ് മോഡൽസ് ആർ named because database is structured in fixed format records of several type. Each table contains records of a particular type. Each record type defines fixed number of fields or attributes. അതായത് നമുക്ക് ഡാറ്റാബേസിൽ പല ടൈപ്പ് ഓഫ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ഓരോ റെക്കോർഡിനും ആ റെക്കോർഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അതായത് ആട്രിബ്യൂട്ട്സ്, ഓരോ റെക്കോർഡിൻ്റെയും പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. കോളം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ഓരോ റോ എന്ന് പറയുന്ന ഓരോ റെക്കോർഡ്സും ആയിരിക്കും.
നമ്മൾ എന്താണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റയാണ്. ആ ഡാറ്റയെ നമ്മൾ ടേബിൾ ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് റെക്കോർഡ്സും ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ട്സും ഉണ്ടായിരിക്കും. Each record type defines a fixed number of fields or attribute. The column of the table corresponds to the attributes of record type. The relational model is the most widely used data model, and a vast majority of current database systems are based on relational model. Entity relationship model. Entity relationship, അതായത് ER data model uses collection of basic objects called entities and relationship among these objects. ER മോഡൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ER മോഡൽ എൻറ്റിറ്റീസും അതിൻ്റെ ഇടയ്ക്കുള്ള എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പുമാണ് ER മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ER മോഡൽ യൂസസ് കളക്ഷൻ ഓഫ് ബേസിക് ഒബ്ജക്റ്റ് കോൾഡ് എൻറ്റിറ്റീസ്. നമ്മൾ ER മോഡലിൽ കുറേ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻസും. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഐദർ ആനിമേറ്റ് ഓർ ഇനാനിമേറ്റ് ആവാം, ദാറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫയബിൾ. അതിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു സ്കൂളിലെ ഡാറ്റാബേസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ക്ലാസ്, കോഴ്സ് ഓഫർ ചെയ്തത്, ഇതെല്ലാം എൻറ്റിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എൻറ്റിറ്റീസും ആ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻസുമാണ് ER മോഡൽ നമ്മൾ പറയുന്നത്. An entity is a thing or object in the real world that is distinguishable from other objects. The entity relationship model is widely used in database design. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡലാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, എസ്പെഷ്യലി ഇൻ ജാവ, C++ or C#. Object-oriented programming has become the dominant software development methodology. This leads to development of object-oriented data model that can be seen as extending the ER model with the notion of encapsulation, methods, and object identity. The object relational data model combines features of the object-oriented data model and relational data model. ഇനി പറയാൻ പോകുന്നത് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ മോഡലാണ്. The semi-structured data model permits the specification of data where individual data items of the same type may have different set of attributes. This is in contrast to the data model mentioned earlier, where every data item of a particular type must have the same set of attributes. The extensible markup language XML is widely used to represent semi-structured data. The network model and the hierarchical data model preceded the relational data model. These models are tied closely to the underlying implementation and complicated the task of modeling data.